ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPL മെഗാ ഓപ്ഷനിൽ ആദ്യ താരമായിക്കൊണ്ട് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയിട്ടുള്ളത് ജോഫ്ര ആർച്ചറി ആയിരുന്നു. ജോഫ്ര ആർച്ചറെ ടീമിലേക്ക് തിരികെ എത്തിച്ചിരിക്കുന്നു രാജസ്ഥാൻ റോയൽസ്. മുംബൈ ഇന്ത്യൻസുമായിട്ടുള്ള കടുത്ത മത്സരത്തിനൊടുവിലാണ് 12 കോടി 50 ലക്ഷം രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് ഇംഗ്ലീഷ് പേസറെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. തുടക്കത്തിൽ LSG അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചുവെങ്കിൽ കൂടി പാതിവയിൽ പിന്മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാജസ്ഥാനെ കൂടാതെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. 2020-21 സീസണിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി തിരഞ്ഞെടുക്കപ്പെട്ട താരം കൂടിയാണ് ആർച്ചർ. തീർച്ചയായിട്ടും ഇഞ്ചുറികളൊന്നും കൂടാതെ മികച്ച ഫോമിലേക്ക് ആർച്ചറെ കളിപ്പിക്കാൻ രാജസ്ഥാൻ റോയൽസിന് സാധിക്കുകയാണെങ്കിൽ ഇതൊരു എക്സലന്റ് പിക്കാണെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. IPL മെഗാ താരലേലത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ ദിവസമായിട്ടുള്ള ഇന്നത്തെ ഓപ്ഷനിലെ പ്രകടനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വിലയിരുത്തുന്നതും അതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ തുടരാം. IPLന്റെ പുതിയ ബൗളിംഗ് ത്രയത്തെ തന്നെ കൊണ്ടുവന്നുകൊണ്ട് സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസ് തീർച്ചയായിട്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാമല്ലോ, രാജസ്ഥാൻ റോയൽസിന്റെ സൂപ്പർ താരങ്ങളായിട്ടുള്ള ജോസ് ബട്ട്ലർ, യുസ്വേന്ദ്ര ചാഹൽ, അശ്വിൻ, ട്രെന്റ് ബോൾട്ട് എന്നീ താരങ്ങളെയൊക്കെ RRന് തിരികെ കൊണ്ടുവരാൻ സാധിക്കാതെ പോയത് അവരുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകൾ ഉയർത്തുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. സ്വാഭാവികമായിട്ടും മുമ്പ് ഓരോ ടീമുകളും തങ്ങളുടെ റിട്ടൻഷൻ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ ജോസ് ബട്ട്ലറിനെയും അതുപോലെ തന്നെ ട്രെന്റ് ബോൾട്ടിനെയൊക്കെ കൈവിട്ടത് ആരാധകർക്കിടയിൽ വലിയ ആശങ്കകൾ ഉയർത്തുന്ന ഒരു കാര്യവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ആശങ്ക ഒരുവിധം തീർത്തുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് മികച്ച പ്രകടനം തന്നെ IPL ഓപ്ഷനിൽ കാഴ്ചവെച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് സൂപ്പർ പേസർ ജോഫ്ര ആർച്ചർ, ശ്രീലങ്കയുടെ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ വനിന്ദു ഹസരംഗ, മറ്റൊരു ശ്രീലങ്കൻ സ്പിന്നർ കൂടിയായിട്ടുള്ള മഹീഷ തീക്ഷ്ണ എന്നിവരൊക്കെ തന്നെ RR അവരുടെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. മാത്രമല്ല, ഒരു വലിയ തുകയൊന്നും മുടക്കാതെ തന്നെ ആകാശ് മധ്വാളിനെ രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇതും ഒരു എക്സലന്റ് ഗ്രേറ്റ് പിക്കാണെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്കറിയാമല്ലോ, 5 റൺസിന് 5 വിക്കറ്റ് ഒക്കെ എടുത്തൊരു താരമായിരുന്നു ആകാശ് മധ്വാൾ. 2023 സീസൺ ഒക്കെ ആകാശ് മധ്വാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി പൊളിച്ചടുക്കിയ ഒരു ഗ്രേറ്റ് സീസൺ തന്നെയായിരുന്നു. ആ ഒരു മധ്വാളിനെ രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസണിന്റെ കീഴിൽ കൊണ്ടുവന്നിരിക്കുന്നു. മെഗാലയത്തിൽ 2 കോടി രൂപ വീതമായിരുന്നു ജോഫ്ര ആർച്ചർ, അതുപോലെ തന്നെ വനിന്ദു ഹസരംഗ, മഹീഷ് തീക്ഷ്ണ എന്നിവരുടെ അടിസ്ഥാനമായിട്ടുള്ള ഒരു വില. ഇക്കൂട്ടത്തിൽ ആർച്ചർക്കാണ് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നത്. 12.50 കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തിനായി പൈസയിൽ നിന്നും രാജസ്ഥാൻ റോയൽസിന് ചിലവഴിക്കേണ്ടി വന്നിട്ടുള്ളതും. മറ്റൊരു ബിഡ് എന്തെന്ന് വെച്ചാൽ T20യിലെ മുൻ നമ്പർ 1 ഓൾറൗണ്ടർ ആയിട്ടുള്ള വനിന്ദു ഹസരംഗയെ രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ ടീമിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വേണ്ടി വലിയ തുകയൊന്നും ചിലവഴിക്കാതെ തന്നെ ഹസരംഗയെ രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചത് ഒരു നല്ല ഡീലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, സഞ്ജു സാംസണ് പലപ്പോഴും വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു താരം കൂടിയാണ് ഹസരംഗ. ഏതായാലും ഇനി സഞ്ജുവിന്റെ വിക്കറ്റ് IPL എടുക്കാൻ ഹസരംഗയ്ക്ക് സാധിക്കില്ല. കാരണം ഹസരംഗയെ സഞ്ജുവിന്റെ ടീം തന്നെ പൊക്കിയിട്ടുണ്ടെന്നേ. ഏതായാലും മഹീഷ് തീക്ഷ്ണയ്ക്ക് വേണ്ടി 4.4 കോടി രൂപയാണ് രാജസ്ഥാൻ റോയൽസ് മുടക്കിയിട്ടുള്ളത്. IPL മെഗാ ഓപ്ഷനിൽ രാജസ്ഥാൻ റോയൽസ് ആദ്യ ദിവസം നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾക്ക് മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ആരാധകരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നതും. ആകാശ് മധ്വാളിനെ കൊണ്ടുവന്നതാണ് ഏറ്റവും മികച്ചൊരു ഡീലായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.